നമസ്കാരം. അപ്പോൾ RPF എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റീസണിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ RPFൻ്റെ എക്സാംസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഊർജിതമാക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് റിലേഷൻസ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന റിലേഷൻസ് ഒക്കെ തന്നെയാണ്. ഗ്രാൻഡ് ഫാദർ. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മുടെ അപ്പൂപ്പൻ എന്ന് മലയാളത്തിൽ പറയാം. എന്താണ് അത്? പെറ്റേണലുണ്ട്, മെറ്റേണലുണ്ട്. അതായത് പെറ്റേണൽ മെറ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെറ്റേണൽ മെറ്റേണൽ എന്ന് പറയുമ്പം നമുക്ക് രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സ് ഇല്ലേ? അതായത് നമ്മുടെ ഫാദറിൻ്റെ ഫാദറും ഉണ്ട്, അതേപോലെ എന്തുകൊണ്ട് മദറിൻ്റെ ഫാദറും ഉണ്ട്. അപ്പം നമ്മൾ ഫാദർ വഴിയുള്ള റിലേഷൻസിനെ കാണിക്കാനാണ് പെറ്റേണൽ എന്ന് പറഞ്ഞ ടൈം ഉപയോഗിക്കുന്നത്. മദർ വഴിയുള്ള റിലേഷൻസിനെ കാണിക്കാനാണ് മെറ്റേണൽ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഫാദറിൻ്റെ ഫാദർ ആയിരിക്കും. ക്ലിയർ ആയോ? ഫാദറിൻ്റെ ഫാദർ ആയിരിക്കും. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ അമ്മയുടെ അച്ഛനായിരിക്കും. ഓക്കെ, ഇനി ഗ്രാൻഡ് മദർ വരുമ്പോഴും അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്ന് ഈസി ആയിട്ട് മനസ്സിലായി കാണും. പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ അച്ഛൻ്റെ അമ്മയായിരിക്കും. ഓക്കെ, ഇനി മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോഴോ, മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അമ്മയുടെ അമ്മയായിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് പെറ്റേണൽ, മെറ്റേണൽ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ വരുന്നത്. അപ്പം നമ്മുടെ അത് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. അത് അച്ഛൻ വഴിയുള്ള റിലേഷനാണ് പെറ്റേണൽ, അമ്മ വഴിയുള്ള റിലേഷനാണ് മെറ്റേണൽ. അതേപോലെ ഗ്രാൻഡ് സണും ഗ്രാൻഡ് ഡോട്ടറും നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ് കൊച്ചുമകനും കൊച്ചുമകളും. ഓക്കെ, ഇത് രണ്ടും ആർക്കും ഡൗട്ടില്ലാത്ത ടോപ്പിക്കാണ്. അതായത് ഒരാളെ സംബന്ധിച്ച് ഗ്രാൻഡ് സൺ ആരാണെന്ന് ചോദിച്ചാൽ അയാളുടെ മകൻ്റെയോ മകളുടെയോ മകൻ. ഓക്കെ, ഗ്രാൻഡ് ഡോട്ടർ ആരാണെന്ന് ചോദിച്ചാൽ മകൻ്റെയോ മകളുടെയോ മകൾ. ഓക്കെ, കൊച്ചുമകൾ നമ്മൾ മലയാളത്തിൽ പറയും, കൊച്ചുമകൻ എന്നും പറയും. ഇനി അടുത്ത ടേമാണ് സണ്ണിൻ ലോയും ഡോട്ടറിൻ ലോയും. സണ്ണിൻ ലോ ഡോട്ടറിൽ നമ്മൾ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാം മരുമകനും മരുമകളും. ഇപ്പം എന്താണ് ഒരാളെ സംബന്ധിച്ച് സണ്ണിൻ ലോ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അവരുടെ മകളുടെ ഹസ്ബൻഡ് അല്ലേ. ഒരാളുടെ സംബന്ധിച്ച് അയാളുടെ സണ്ണിൻ ലോ ആരാണെന്ന് ചോദിച്ചാൽ അയാൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളുടെ ഹസ്ബൻഡ് ആയിരിക്കും ആര്? സണ്ണിൻ ലോ. ഡോട്ടറിൻ ലോ ആരാണെന്ന് ചോദിച്ചാലോ ഒരാളെ സംബന്ധിച്ച് അവരുടെ മകൻ്റെ ഭാര്യ ആയിരിക്കും എന്ത്? ഡോട്ടറിൻ ലോ. ഓക്കെ, ഇനി ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും നേരെ തിരിച്ചുള്ള റിലേഷൻസ് ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ മലയാളത്തിൽ അമ്മായി അച്ഛൻ അല്ല അമ്മായി അമ്മ എന്ന് പറയും. അപ്പോൾ അത് രണ്ട് രീതി വരാം. ഒരു മെയിലിനെ സംബന്ധിച്ചാണെങ്കിൽ ഫാദർ ഇൻ ലോ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? അയാളുടെ വൈഫിൻ്റെ ഫാദറാണ്. ഇനി ഒരു വൈഫിനെ, അതായത് ഫീമെയിലിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാദർ എന്താണ്? ഫാദർ ഇൻ ലോ ആണ്. മദർ ഇൻ ലോ വരുമ്പോഴും അതേപോലെ ഉണ്ട്. എന്താണ്? ഒരു മെയിലാണെങ്കിൽ അയാളുടെ വൈഫിൻ്റെ മദർ, ഒരു ഫീമെയിൽ ആണെങ്കിൽ അയാളുടെ ഹസ്ബൻഡിൻ്റെ മദർ. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ബ്രദർ ഇൻ ലോ നമ്മൾ മലയാളത്തിൽ അളിയൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ബ്രദർ ഇൻ ലോ എന്താണെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് പറഞ്ഞാൽ മെയിലിനായാലും ഫീമെയിലിനായാലും കോമൺ ആയിട്ട് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് എന്ന് പറയാം. ശരിയല്ലേ? സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് എന്ന് പറയാം. ഇനി ഒരു മെയിലിനെ സംബന്ധിച്ചാണെങ്കിലോ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ബ്രദർ ഇൻ ലോ ആണ്. അതോടൊപ്പം തന്നെ എന്താണ്? വൈഫിൻ്റെ ബ്രദറും എന്താണ്? ബ്രദർ ഇൻ ലോ ആണ്. സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മെയിലിനും ഫീമെയിലിനും കോമൺ ആണ്. മെയിലായാലും ഫീമെയിൽ ആയാലും അവരുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എന്താണ്? ബ്രദർ ഇൻ ലോ ആണ്. അത് മെയിലാണെങ്കിൽ അതോടൊപ്പം എന്താണ്? വൈഫിൻ്റെ ബ്രദറും ആര് തന്നെയാണ്? ബ്രദർ ഇൻ ലോ തന്നെയാണ്. ഇനി ഒരു ഫീമെയിലിനെ സംബന്ധിച്ചാണെങ്കിൽ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ബ്രദർ ഇൻ ലോ ആണ്. ഇനി ഒരു മാരീഡ് ആണെങ്കിൽ എന്താണ്? ഹസ്ബൻഡിൻ്റെ ബ്രദറും ആര് തന്നെയാണ്? ബ്രദർ ഇൻ ലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാൾ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും എന്താണ്? സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ബ്രദർ ഇൻ ലോ ആണ്. ഇനി മാരീഡ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് വൈഫിൻ്റെ ബ്രദറും കൂടെ ആരാവും? ബ്രദർ ഇൻ ലോ ആയിട്ട് വരും. ഓക്കെ, കാര്യം ക്ലിയർ ആയോ? ഇപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് ബ്രദർ ഇൻ ലോ വരാം. മാരീഡ് ആണെങ്കിൽ രണ്ട് ബ്രദർ ഇൻ ലോ വരാം. ഓക്കെ, രണ്ടോ മൂന്നോ വരാം. കാരണം അയാൾക്ക് രണ്ടിൽ കൂടുതൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സ് എല്ലാം എന്ത് തന്നെയാണ്? ബ്രദർ ഇൻ ലോ തന്നെയാണ്. അപ്പോൾ അവിടെ അതിന് എണ്ണം ഇഷ്ടം പോലെ വരാം. കാര്യം ക്ലിയർ ആയി. ഇനി സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ, സിസ്റ്റർ ഇൻ ലോ ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ എന്ത് പറയാം? ബ്രദേഴ്സ് വൈഫ്. ക്ലിയർ ആയോ? ഒരു മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അവർക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ ആ ബ്രദറിൻ്റെ വൈഫ് എന്താണ്? സിസ്റ്റർ ഇൻ ലോ ആണ്. അതോടൊപ്പം ഒരു മെയിലാണെങ്കിൽ അയാളുടെ വൈഫിൻ്റെ സിസ്റ്റർ. ക്ലിയർ ആയോ? നമ്മൾ മലയാളത്തിൽ നാത്തൂൻ എന്നുള്ള ടേമാണിത്. വൈഫിൻ്റെ സിസ്റ്റർ സിസ്റ്റർ ഇൻ ലോ ആണ്. അതേപോലെ ഫീമെയിൽ ആണെങ്കിലോ അവരുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എന്താണ്? സിസ്റ്റർ ഇൻ ലോ ആണ്. ഈ ടേംസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്കിൾ വരുമ്പോൾ എന്താണ്? അങ്കിൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരാളെ സംബന്ധിച്ച് അങ്കിൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? അവരുടെ പേരൻറ്റിൻ്റെ ബ്രദറാണ്. ഇനി ആ പേരൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെറ്റേണലും മെറ്റേണലും ഉണ്ട്. പെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫാദറിൻ്റെ ബ്രദർ ആണെങ്കിൽ പെറ്റേണൽ അങ്കിൾ, മദറിൻ്റെ ബ്രദർ ആണെങ്കിൽ എന്താണ്? മെറ്റേണൽ അങ്കിൾ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഫാദർ വഴിയുള്ള റിലേഷനാണ് പെറ്റേണൽ അങ്കിൾ, മദർ വഴിയുള്ള റിലേഷനാണ് മെറ്റേണൽ അങ്കിൾ. അതേപോലെ തന്നെ നമ്മൾ ആൻറ്റി എന്ന് പറയും. ആൻറ്റ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റേണൽ ആൻറ്റ് ആണെങ്കിൽ
അച്ഛൻ്റെ സഹോദരി, മനസ്സിലായോ? ഫാദർ സിസ്റ്റർ. മെറ്റേണൽ ആൻറ്റി ആണെങ്കിലോ അമ്മയുടെ സഹോദരി. ഓക്കെ, അപ്പം അങ്കിളും ആൻറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ പേരൻസിൻ്റെ ബ്രദറും സിസ്റ്ററും ആണ്. അത് അച്ഛനും അമ്മ ആര് വഴിയാണോ റിലേഷൻ വരുന്നത് അതിനനുസരിച്ച് എന്ത് വരും? പെറ്റേണൽ മെറ്റേണൽ എന്നുള്ള ടേം കൂടെ വരും. ഇത്രേ ഉള്ളൂ. ഇനി നെഫ്യൂ. ഇപ്പം നെഫ്യൂ നീസും ക്ലിയർ ആയിട്ട് പഠിക്കുക. ഒരാളെ സംബന്ധിച്ച് നെഫ്യൂ ആരാണെന്ന് ചോദിച്ചാൽ അയാളുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മകനായിരിക്കും. ക്ലിയർ ആയ? മകനെ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ അനന്തരവൻ എന്നാണ്, നെഫ്യൂവിൻ്റെ മലയാളം അനന്തരവൻ എന്നാണ്. ഇപ്പോൾ സൺ എന്നുള്ള ആ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ മകനെയാണ് നെഫ്യൂ എന്ന് പറയുന്നത്. ഇനി നീസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ എന്ത് വരും? ഡോട്ടർ എന്ന് വരും. ഓക്കെ, മകളെന്നുള്ള കാര്യം വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പം നെഫ്യൂ നീസ്, നമ്മൾ മലയാളത്തിൽ അനന്തരവൾ എന്ന് പറയുന്നത് നീസ് എന്നുള്ളത്. ഇനി കസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കസിൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുടെ മക്കളുമാർ തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എയും ബിയും ബ്രദർ സിസ്റ്ററുമാണ്. എക്ക് 2 മക്കളുണ്ട്, ബിക്ക് 2 മക്കളുണ്ട്. ആ മക്കളുമാർ തമ്മിലുള്ള റിലേഷനാണ് കസിൻ വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണ് നമ്മൾ കസിൻ എന്നുള്ള ഒരു ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് വരച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വരച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനലി ഉള്ള ക്വസ്റ്റ്യൻ നോക്കുന്നത്. അപ്പോൾ ഈ വരയ്ക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതോടെ ഒന്ന് പറയാം. ഇപ്പോൾ അത് മെയിലാണെങ്കിൽ, ഓക്കെ, മെയിലാണെങ്കിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഫീമെയിൽ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ഉപയോഗിക്കാം. അപ്പം കോമൺലി ഫോളോ ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി അങ്ങ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഫോളോ ചെയ്യാം. എപ്പോഴും മെയിലിന് ഫീമെയിൽ സെപ്പറേറ്റ് ഒരു സിമ്പിൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഇനി പറയുന്ന 2 പേര് കപ്പിൾസ് ആണെങ്കിൽ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡബിൾ ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഡബിൾ ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ പറയുകയാണ് എയും ബി ഹസ്ബൻഡ് വൈഫാണ്, അവിടെ എ എഴുതും ബി എഴുതുക. അവർക്കിടയിൽ എന്ത് ചെയ്യുക? ഡബിൾ ലൈൻ വെച്ച് കാണിക്കുക. ഇനി സഹോദരങ്ങളാണെങ്കിൽ, ബ്രദറോ സിസ്റ്ററോ ആണെങ്കിൽ, ഓക്കെ, ബ്രദറോ സിസ്റ്ററോ ആണെങ്കിൽ എന്ത് ചെയ്യാം? സിംഗിൾ ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. സിംഗിൾ ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. കാര്യം ക്ലിയർ ആയ? അത് 2 ബ്രദർ ആവാം, 2 സിസ്റ്റർ ആകാം, ഒരു ബ്രദർ ഒരു സിസ്റ്ററോ ആകാം. എങ്ങനെയായാലും നമുക്ക് സിംഗിൾ ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഒരു ജനറേഷനെ കാണിക്കാനാണ്, അതായത് മക്കളെ കാണിക്കാനാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഒരു വെർട്ടിക്കൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് വെർട്ടിക്കൽ ലൈൻ നിർബന്ധമില്ല, അതിങ്ങനെ ചരിച്ച് വരച്ചാലും കുഴപ്പമില്ല. ഉദാഹരണത്തിന് എ ബിയുടെ മകനാണെന്ന് പറയുകയാണ്. അപ്പോൾ എ ബിയുടെ മകനാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ ആദ്യം ബിയെ മാർക്ക് ചെയ്യുക, ബിയുടെ മകനായിട്ട് എ. കാര്യം ക്ലിയർ ആയോ? ബിയുടെ മകനായിട്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വരയ്ക്കുന്ന ആ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ വരയ്ക്കാം. ഉണ്ട് എ ബി, ഹസ്ബൻഡും വൈഫും, ഇവർക്ക് 3 മക്കൾ, പി ക്യൂ ആർ. ഓക്കെ, ഇവർ സഹോദരങ്ങളായതുകൊണ്ട് സിംഗിൾ ലൈൻ വെച്ച് കാണിക്കും. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി? ഓക്കെ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മലയാളത്തിൽ അതിൻ്റെ മീനിങ് എന്താ? എയ്ക്ക് ബിയുമായിട്ടുള്ള ബന്ധം എന്താണ്? എയ്ക്ക് ബിയുമായിട്ടുള്ള ബന്ധം എന്താണ്? മലയാളത്തിൽ നമുക്ക് പറഞ്ഞപ്പോൾ എളുപ്പമായി. എയ്ക്ക് ബിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ബിയുടെ ഭർത്താവാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ എന്താണ് അവിടെ ഒറിജിനലി കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ ആരാണ് എ? ഓക്കെ, ബിയുടെ ആരാണ് എ? എന്നാലല്ല നമുക്കിവിടെ ഹസ്ബൻഡ് എന്നുള്ളൊരു ആൻസർ വരൂ. ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിക്കുമ്പം ബിയുടെ ആരാണ് എന്നാണ്. അപ്പോൾ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ക്യൂ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഹൗ ഈസ് എ റിലേറ്റഡ് ടു ക്യൂ എന്ന് ചോദിച്ചാൽ ക്യൂവിൻ്റെ ഫാദർ അല്ലേ? അപ്പോൾ ഫാദർ എന്നുള്ളതാണ്, സൺ എന്നുള്ളതല്ല, ഫാദർ എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത്. ഇനി ഹൗ ഈസ് പി റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ, ഹൗ ഈസ് പി റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ ബിയുടെ ആരാണ് പി എന്നാണ് നോക്കേണ്ടത്. അവിടെ സൺ എന്നാണ് ആൻസർ വരുന്നത്. കാര്യം മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് റിലേഷൻസും അതേപോലെ തന്നെ ഈ വരയ്ക്കുന്ന രീതി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ RPFൻ്റെ ഈ പറഞ്ഞ സിലബസ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ദിശ ആപ്പ് വഴി നമ്മൾ ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിൽ ദിശയുടെ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഓൺലൈനായിട്ട് ഈ പറയുന്ന സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ അന്നേരം നമുക്കിതിനകത്ത് RPF കൂടാതെ ALP, അതേപോലെ NDPC, അതേപോലെ SSCയുടെ കോഴ്സുകളെല്ലാം നമ്മൾ ഈ ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് മാർച്ചിൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം.
അപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്ത ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി അവൈലബിൾ ആക്കി തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ്സിൽ കേൾക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ തന്നെ എന്ത് ചെയ്യും, റെക്കോർഡറായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാം. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ എപ്പോഴും ഒരു മെൻറ്ററിനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസും തരുന്നുണ്ട്. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം ഈ ഡേറ്റ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താലും എന്താണ് നേരത്തെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ കോഴ്സ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തോടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം സെൻറ്റൻസ് വായിക്കുക. ഇസഡ് ഈസ് എ ഡോട്ടർ ഓഫ് ഡബ്ല്യു, അതായത് ഡബ്ല്യുവിൻ്റെ മകളാണ് ഇസഡ്. ഡബ്ല്യുവിൻ്റെ മകളാണ് ഇസഡ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് ചെയ്യുന്നത്. ഡബ്ല്യു ആരാണ്? പേരൻ്റ് ആണ്. പക്ഷേ മെയിലാണോ ഫീമെയിൽ ആണെന്ന് അറിയില്ല. പക്ഷേ ഇസഡ് മകളാണ്. എൽ ഈസ് ദ വൈഫ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ വൈഫാണ് എൽ. അപ്പോൾ അവിടെ നിന്നൊരു കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ്, എൽ വൈഫ് ആണെങ്കിൽ ഡബ്ല്യു എന്തായിരിക്കും, ഹസ്ബൻഡ് ആയിരിക്കും. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കാം, എന്ത്, ഇസഡിൻ്റെ അമ്മയാണ് എൽ, ഇസഡിൻ്റെ അച്ഛനാണ് ഡബ്ല്യു. അപ്പോൾ ആ ഒരു സെൻറ്റൻസിന് അത്രയും കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ടതാണ്. കാര്യം ഡബ്ല്യു പേരൻ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു, കാര്യം മനസ്സിലായോ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. അവർ പിന്നെ എടുത്തെടുത്ത് പറയത്തില്ല എൽ ഈസ് ദ മദർ, ഡബ്ല്യു ഈസ് ദ ഫാദർ, അങ്ങനെ എടുത്ത് പറയില്ല. അതിനാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഡബ്ല്യു എല്ലും ഹസ്ബൻഡും വൈഫും അവരുടെ മകളാണ് ഇസഡ്. കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, കെ ഈസ് എൽസ് ഫാദർ. എല്ലിൻ്റെ അച്ഛനാണ് കെ. എല്ലിൻ്റെ അച്ഛനാണ്, ഡബ്ല്യുവിൻ്റെ അല്ല, എല്ലിൻ്റെ അച്ഛനാണ് കെ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം, എല്ലിൻ്റെ അച്ഛനാണ് കെ. ഓക്കെ, എല്ലിൻ്റെ അച്ഛനായിട്ട് കെ വരും. ഹൗ ഈസ് കെ റിലേറ്റഡ് ടു ഇസഡ്? അപ്പോൾ എന്താണ് നോക്കേണ്ടത്, ഇസഡിൻ്റെ ആരാണ് കെ. കാര്യം മനസ്സിലായോ, ഇസഡിൻ്റെ ആരാണ് കെ. ഇസഡിൻ്റെ അമ്മ വഴിയല്ല റിലേഷൻ വരും. ഇസഡിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് ആള്. പക്ഷെ അത് പെറ്റേണലും കൊണ്ട് മെറ്റേണലും ഉണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ്? മെറ്റേണൽ, കാരണം അമ്മ വഴിയല്ല, അമ്മയുടെ അച്ഛനല്ല. അപ്പോൾ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ് ആൻസറായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇ ആൻഡ് എ ആർ ഡോട്ടേഴ്സ് ഓഫ് ബി. ഇപ്പോൾ ബിയുടെ മക്കളാണ് ഇയും എയും. ബിയുടെ പെൺമക്കളാണ്. അപ്പോൾ അത് ക്ലിയർ ആണ്, ജെൻഡർ ക്ലിയർ ആണ്. അപ്പോൾ ഇയും എയും എന്താണ്, ഫീമെയിൽ ആണ്. ബി മെയിൽ ആണോ ഫീമെയിൽ ആണെന്ന് അറിയില്ല. ആൻഡ് എ ഈസ് മാരീഡ് ടു വി. എ ഈസ് മാരീഡ് ടു വി എന്ന് പറയുമ്പം എ ഓൾറെഡി ഫീമെയിൽ ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് വി എന്തായിരിക്കും, മെയിൽ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ക്വസ്റ്റ്യൻ പിന്നെ എടുത്ത് പറയില്ല. അപ്പോൾ ബിയുടെ മക്കളാണ് ഇയും എയും. അങ്ങനെയാണ് എ കല്യാണം കഴിച്ച ആളാണ് വി. ഹൗ ഈസ് വി റിലേറ്റഡ് ടു ഇ എന്ന് ചോദിച്ചാൽ ഇയുടെ ആരാണ് വി. ഇപ്പോൾ നോക്കി, ഇവ രണ്ട് സഹോദരങ്ങളല്ല. അപ്പോൾ സിംഗിൾ ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇയുടെ ആരാണ് വി എന്നല്ല, ഇയുടെ ആരാണ് വി, ഇയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. ഇപ്പോൾ എന്ത് പറയും, എന്താണ് അയാളെ വിളിക്കുന്നത്, ബ്രദറിലോ അല്ലേ, അലിയൻ എന്നുള്ള ടൈം വിളിച്ചൂടെ. ക്ലിയർ ആയോ? അപ്പം സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ ബ്രദറിലോ എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ഉറപ്പിക്കാൻ പറ്റാത്ത നിങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ച് വെക്കരുത്. അത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയും. അപ്പോൾ ആ രീതിയിൽ എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സി ഈസ് ദി മദർ ഓഫ് ഇ ആൻഡ് എഫ്. ഇപ്പോൾ സി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, സി എന്ന് പറയുന്നത് ഇയുടെ എഫിൻ്റെ മദറാണ്. ഓക്കെ, ഇപ്പോൾ സി മദർ ആണെന്നുള്ളത് ക്ലിയർ ആണ്. സി മദർ ആണെന്നുള്ളത് ക്ലിയർ ആണ്. സി ഈസ് മദർ ഓഫ് ഇ ആൻഡ് എഫ്. എഫ് ഈസ് മാരീഡ് ടു ഇസഡ്. ഈ എഫ് തന്നെ ഇസഡുമായിട്ട് മാരീഡ് ആണ്. ഓക്കെ, ഈ എഫ് തന്നെ ഇസഡുമായിട്ട് മാരീഡ് ആണ്. അപ്പോൾ നോക്കി, എന്താണ് ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ആരും മെയിൽ ഫീമെയിൽ ആണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇവരുടെ സഹോദരങ്ങളാണെന്നുള്ള ക്ലിയർ ആണ്. ഹൗ ഈസ് സി റിലേറ്റഡ് ടു ഇസഡ്? ഹൗ ഈസ് സി റിലേറ്റഡ് ടു ഇസഡ് എന്ന് ചോദിക്കുമ്പം ഇസഡിൻ്റെ ആരാണ് സി. ഇസഡിൻ്റെ ആരാണ് സി? ശ്രദ്ധിച്ചെടുക്കുക. ഇവിടെ ഇസഡിൻ്റെ ജെൻഡർ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? കാരണം സി ഫീമെയിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇസഡിൻ്റെ ആരായിരിക്കും, മദർ ഇൻ ലോ ആയിട്ടല്ലേ സി വരുന്നത്. ഇസഡിൻ്റെ മദർ ഇൻ ലോ ആയിട്ടാണ് സി വരുന്നത്. കാര്യം ക്ലിയറായി, ഇസഡിൻ്റെ മദർ ഇൻ ലോ ആയിട്ടാണ് സി വരുന്നത്. അപ്പോൾ അവിടെ ജെൻഡർ അറിയണമെന്നില്ല. സിയുടെ ജെൻഡർ അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ആൻസർ എടുക്കാം. കാരണം ഇസഡ് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അവരുടെ എന്താ പാർട്ട്ണറിൻ്റെ അമ്മയല്ലേ, അപ്പോൾ കപ്പിളിൻ്റെ അമ്മയല്ലേ. അപ്പോൾ എന്തായാലും മദർ ഇൻ ലോ എന്നുള്ള ആൻസറാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സാം ഈസ് റോസീസ് ഹസ്ബൻഡ്. സാം എന്ന് പറയുന്നത് റോസിയുടെ ഹസ്ബൻഡാണ്. സാം എന്ന് പറയുന്നത് റോസിയുടെ ഹസ്ബൻഡാണ്. ഓക്കെ, സാം റോസിയുടെ ഹസ്ബൻഡാണ്. ഇങ്ങനെ കൊടുക്കാമല്ലോ, സാം ഈസ് റോസീസ് ഹസ്ബൻഡ്. ജെന്നി ഈസ് ദ മദർ ഓഫ് റിത ആൻഡ് റോസി. ഓക്കെ, അപ്പം റോസിന്ന് ഫുൾ നെയിം കൊടുക്കാം, കാരണം റിതയും വരുന്നുണ്ട്. അപ്പം ജെന്നി ഈസ് ദ മദർ ഓഫ് റിത ആൻഡ് റോസി എന്ന് പറയുമ്പോൾ അതാണ്ട് റിതയുടെയും റോസിയുടെയും അമ്മയായിട്ടാണ് ആര് വരുന്നത്, ജെന്നി വരുന്നത്. ഓക്കെ, ജെന്നി എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. ജെന്നി അമ്മയാണ്.
ഇത് നോക്കിയാൽ വാജ് ഈസ് റിതാസ് ഫാദർ. ഇപ്പോൾ റിതയുടെ അച്ഛനായിട്ട് വാജ് വരും. ഓക്കെ, ഇപ്പോൾ വാജ് എന്തായാലും ജെന്നിയുടെ ഹസ്ബൻഡ് ആയിരിക്കില്ല, കാരണം അത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വരുമല്ലോ. ഹൗ ഈസ് വാജ് റിലേറ്റഡ് ടു സാം? ഓക്കെ, വാജ് സാമും തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കി, സാമിൻ്റെ വൈഫിൻ്റെ അച്ഛനല്ലേ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഫാദർ ഇൻ ലോ എന്നുള്ളതാണ് ഫൈനൽ ആൻസറായിട്ട്. ഫാദർ ഇൻ ലോ എന്നുള്ളതാണ് അവിടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അരുൺ ഈസ് ദ ഫാദർ ഓഫ് ചിത്ര ആൻഡ് ദിനേഷ് ഈസ് ദ സൺ ഓഫ് ഭാവന. അപ്പോൾ നോക്കാം, അരുൺ ഈസ് ദി ഫാദർ ഓഫ് ചിത്ര. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ചിത്രയുടെ ഫാദറാണ് അരുൺ. ഓക്കെ, ചിത്രയുടെ ഫാദറാണ് അരുൺ. ഇങ്ങനെ വരുമല്ലോ, അരുൺ ഈസ് ദി ഫാദർ ഓഫ് ചിത്ര ആൻഡ് ദിനേഷ് ഈസ് എ സൺ ഓഫ് ഭാവന. അപ്പോൾ ദിനേഷും ഭാവന ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ അതെന്ത് ചെയ്യുക? വേറെ ആയിട്ട് കൊടുക്കുക. ദിനേഷ് ഈസ് എ സൺ ഓഫ് ഭാവന. അപ്പോൾ ഭാവനയുടെ മകനാണ് ദിനേഷ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ വരുമെന്ന് അറിയില്ല. മനീഷ് ഈസ് അരുൺസ് ബ്രദർ. അപ്പോൾ അരുണിൻ്റെ ബ്രദറാണ് മനീഷ്. അപ്പോൾ അത് നമുക്ക് ഈസിയായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അരുണിൻ്റെ ബ്രദറാണ് മനീഷ് എന്ന് പറയുമ്പോൾ മനീഷ് മെയിലാണ് കൊടുക്കാം. അടുത്ത സെൻറ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ചിത്ര ഈസ് ദിനേഷ് സിസ്റ്റർ. ക്ലിയർ ആയോ? ചിത്ര ദിനേശിൻ്റെ പെങ്ങളാണെങ്കിൽ, ചിത്ര ദിനേശിൻ്റെ പെങ്ങളാണെങ്കിൽ. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ വരും? ചിത്ര ദിനേശിൻ്റെ പെങ്ങളാണെങ്കിൽ, ഓക്കെ ശ്രദ്ധിക്കുക, ചിത്ര ദിനേശിൻ്റെ പെങ്ങളാണെങ്കിൽ ഒരു പേരൻ്റ് അരുൺ ആണ്, അരുൺ ഫാദറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാവന എന്തായിരിക്കും? ഇവർ രണ്ടുപേരും എന്തായിരിക്കും? ഹസ്ബൻഡ് വൈഫാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ദിനേശിൻ്റെ ഒരു പേരൻ്റായിട്ടാണ് ഭാവനയെ പറഞ്ഞത്, അപ്പോൾ ഭാവന അമ്മയാണ് ആയിരിക്കുമല്ലോ. അതായത് ചിത്രയുടെയും ദിനേശിൻ്റെയും അച്ഛനും അമ്മയാണ് അരുണും ഭാവനയും. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണക്ട് ചെയ്തെടുക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ശീലമാവും. അപ്പോൾ നോക്കി, ചിത്ര ദിനേഷ് സിസ്റ്റർ എന്നുള്ളത് എടുത്തു, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി നോക്കി, ഹൗ ഈസ് ഭാവന റിലേറ്റഡ് ടു മനീഷ്? മനീഷിൻ്റെ ആരാണ് ഭാവന? മനീഷിൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ എന്താണ് വിളിക്കുന്നത്? സിസ്റ്റർ ഇൻ ലോ എന്നാണ്. അപ്പോൾ സിസ്റ്റർ ഇൻ ലോ എന്നുള്ള ആൻസറാണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ വായിച്ച് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മളിനി ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരാളെ ചൂണ്ടി പറയുമ്പം അതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം വായിച്ച് അത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയണം, മനൂസ് ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ആരാ? മനുവിൻ്റെ ഫാദറിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ആരാ? മനുവിൻ്റെ അമ്മയല്ലേ. മനുവിൻ്റെ അച്ഛൻ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം ഞാൻ നോർമൽ കേസുകളാണ് പറയുന്നത്. മനുവിൻ്റെ ഫാദറിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുവിൻ്റെ അമ്മ തന്നെയാണ്. ഇനി മനൂസ് ഫാദേഴ്സ് വൈഫ്സ് ഡോട്ടർ ഇങ്ങനെ പറഞ്ഞാൽ ആരാണ്? മനുവിൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ അമ്മയുടെ മകൾ. അതാരായിരിക്കും? മനുവിൻ്റെ സിസ്റ്റർ ആയിരിക്കത്തില്ലേ. അപ്പം ഇങ്ങനെ വായിച്ച് അത് സിംപ്ലിഫൈ ചെയ്ത് മനു സിസ്റ്റർ എന്ന് എഴുതാമല്ലോ. അപ്പം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ച് തന്നെ നോക്കാം. ഞാൻ വരച്ച് തന്നെ കാണിക്കാം. അപ്പോൾ നോക്കാം, ജോൺ ആണ് പറയുന്നത്. ജോൺ ഒരു ഫോട്ടോ നോക്കി പറയാണ്, ഷീ ഈസ് ദി സിസ്റ്റർ ഓഫ്. ഞാൻ ഈ ഓഫ് കഴിഞ്ഞുള്ള ടൈം ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. മൈ സൺസ് മദർ. ആലോചിച്ച് നോക്കിയത് ആരായിരിക്കും? ജോൺ പറയാണ്, എൻ്റെ മകൻ്റെ അമ്മ. എൻ്റെ മകൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ ആരാ? ജോണിൻ്റെ വൈഫ് അല്ലേ. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്തെടുക്കാം? വൈഫ്, മൈ വൈഫ്. അപ്പോൾ പറയാണ്, ജോൺ സേസ് ദാറ്റ് ഷീ ഈസ് എ സിസ്റ്റർ ഓഫ് മൈ വൈഫ്. ക്ലിയർ ആയല്ലോ? ആ ഫോട്ടോയിൽ കാണുന്ന ആൾ എൻ്റെ ഭാര്യയുടെ സിസ്റ്ററാണ്. കാര്യം ക്ലിയർ ആയോ? ഇത് ഭാര്യ ആ പേര് പറയുന്നില്ല, ഈ ഭാര്യയുടെ സിസ്റ്ററാണ് ആ ഫോട്ടോയിൽ കാണാൻ. ഇതാണ് ആ ഫോട്ടോയിൽ കാണുന്ന ആൾ. ഓക്കെ, കാര്യം ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാരായിരിക്കും? ഹൗ ഈസ് ഫോട്ടോ റിലേറ്റഡ് ടു ജോൺ. ഇപ്പോൾ ജോണിൻ്റെ ആരാണത്? ജോണിൻ്റെ ഭാര്യയുടെ അനിയത്തി. അപ്പോൾ എന്താണ്? സിസ്റ്റർ ഇൻ ലോ അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. കാര്യം ക്ലിയർ ആ? സിംപ്ലിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം. മൈ സൺസ് മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? മൈ വൈഫ്. ജോൺ സേസ് ദാറ്റ് ഷീ ഈസ് എ സിസ്റ്റർ ഓഫ് മൈ വൈഫ്. അവിടെ തന്നെ നമുക്ക് വായിച്ച് തന്നെ എന്ത് ചെയ്യാം? ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാധവി സേസ് ദിസ് ഈസ് എ സൺ ഓഫ് മൈ മദേഴ്സ് ഓൺലി ഡോട്ടർ. അവിടെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ആ ഓഫ് കഴിഞ്ഞുള്ള ടൈം തൊട്ട് നോക്കുക. ഓഫ് കഴിഞ്ഞുള്ള ടൈം സിംപ്ലിഫൈ ചെയ്താൽ മൈ മദേഴ്സ് ഓൺലി ഡോട്ടർ. എൻ്റെ അമ്മയുടെ. അപ്പോൾ മാധവിയാണ് പറയുന്നത്. മാധവിയുടെ അമ്മ. മാധവിയുടെ അമ്മയുടെ പേര് പറയുന്നില്ല. മാധവിയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ. മകൾ എന്നുള്ളത് പറയുന്നുണ്ടായുണ്ട്. മാധവി എന്നുള്ള പേര് വെച്ച് നമുക്ക് മാധവി ഫീമെയിൽ ആണെന്ന് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ മാധവിയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ആരാ? മാധവി തന്നെ അല്ലേ. ക്ലിയർ ആയോ? അതായത് ഓഫ് കഴിഞ്ഞ് വരുന്ന ടൈം എന്താ? മാധവി തന്നെയാണ്. മാധവി സേസ് ദിസ് ഈസ് എ സൺ ഓഫ് മാധവി. അണ്ട് ഈ ടൈമെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പം മൈ എന്ന് വരും. അതായത് എൻ്റെ എന്നുള്ള രീതി വരും. അപ്പോൾ ആ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആൾ എൻ്റെ മകനാണ്. ക്ലിയർ ആയോ? ഫോട്ടോയിൽ കാണുന്ന ആൾ എൻ്റെ മകനാണ്.
മനസ്സിലായി? ആ ഫോട്ടോയിൽ കാണുന്ന സൺ ഉണ്ട്, ഇതാണ് ആ ഫോട്ടോയിൽ കാണുന്ന ആൾ. അപ്പോൾ അതാരാണ്? മാധവിയുടെ മകനാണ്. അതാണ് ആൻസർ വരിക. ഹൗ ഈസ് ദ പേഴ്സൺ റിലേറ്റഡ് ടു മാധവി? മാധവിയുടെ ആരാണത്? മകനാണ്. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാധവി തൻ്റെ മോനെ നോക്കി പറയാണ്, നീ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകനാണ്, ശരിയല്ലേ? എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ മാധവി, അതിൻ്റെ മകനാണ് നീ. പിടികിട്ടി? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ എടുക്കാൻ പറ്റിയാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളിത് വിട്ട് കളയരുത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പോയിന്റിങ് ടു എ പിക്ചർ റോമി സെഡ്. ഓക്കെ, ഒരു പിക്ചറിൽ നോക്കിയിട്ട് റോമി പറയാണ്, ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. റോമിക്ക് ബ്രദറും സിസ്റ്ററും ഒന്നും ഇല്ല. ഓക്കെ, റോമിക്ക് ബ്രദറോ സിസ്റ്ററോ ഇല്ല. ബട്ട് ദീസ് മാൻസ് ഫാദർ, ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ഫാദർ. ഓക്കെ, അപ്പം നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഫോട്ടോയിൽ കാണുന്ന ആൾ, ഓക്കെ, ആ ഫോട്ടോയിൽ കാണുന്ന ആൾ, അപ്പോൾ മാൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മെയിലാണെന്ന് മനസ്സിലായി. ഫോട്ടോയിൽ കാണുന്ന ആൾ ദിസ് മാൻസ് ഫാദർ, ആ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ്റെ അച്ഛൻ. ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ്റെ അച്ഛൻ, അത് ആരാണെന്ന് പറയാം, പേര് പറയുന്നില്ല, മനുഷ്യൻ്റെ അച്ഛൻ. ഓക്കെ, ഈസ് മൈ ഫാദേഴ്സ് സൺ. ഓക്കെ, അച്ഛനോട് താഴോട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ, ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ, ആ അദ്ദേഹം എന്ന് പറയുന്നത് ഈസ് മൈ ഫാദേഴ്സ് സൺ. ഈ ആളെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, അതായത് റോമിയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റോമിയുടെ അച്ഛൻ. റോമിയുടെ അച്ഛൻ ആരാണെന്നും പറയുന്നില്ല, റോമിയുടെ അച്ഛൻ്റെ മകനാണിത്. കാര്യം ക്ലിയർ ആയല്ലോ? റോമിയുടെ അച്ഛൻ്റെ മകനാണ് ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ. കാര്യം കൂടി കിട്ടിയല്ലോ? ദിസ് മാൻസ് ഫാദർ ഈസ് മൈ ഫാദേഴ്സ് സൺ. എൻ്റെ അച്ഛൻ്റെ മകനാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നതിൻ്റെ അർത്ഥം എന്താ? റോമിയുടെ ബ്രദറാണിത്, ആ ബ്രദറിൻ്റെ മകനാണിത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ എന്താണ് പറഞ്ഞത്? ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. എനിക്ക് ബ്രദറോ സിസ്റ്ററോ ഇല്ല. അതായത് റോമിക്ക് ബ്രദറോ സിസ്റ്ററോ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ ആൾ ഇത് തന്നെയാണ് ആര്? റോമി. കാര്യം മനസ്സിലായോ? ഇതാണ് റോമി. മനസ്സിലായി? ഇപ്പോൾ കാര്യം പിടി കിട്ടിയോ? റോമിക്ക് ബ്രദറോ സിസ്റ്ററോ ഇല്ല. അങ്ങനെയാണ് പിന്നെ ഇതായിരിക്കുമല്ലോ റോമി. കാരണം റോമിയുടെ അച്ഛൻ്റെ മകൻ, അത് റോമി തന്നെ ആയിരിക്കത്തില്ല, വേറെ ബ്രദറും സിസ്റ്ററും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ ആയി. ഇതാണ് റോമി എന്ന് വരുന്നത്. അങ്ങനെയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളും റോമിയുടെ ആരാണ്? റോമിയുടെ മകനാണ്. അങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ സൺ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളുടെ റിലേഷൻസിലുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ ഒന്ന് ഒരു ഡയറക്റ്റ് പറയാതെ വേറെ രീതിയിലൊന്ന് കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കോഴ്സിൻ്റെ കാര്യം മനസ്സിൽ വെക്കുക. അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് കേട്ടതിന് താങ്ക് യു. ഓക്കെ.